ഇത് എന്റെ സാർ മധുവിനെ ആരെങ്കിലും തൊട്ടാ ഞാൻ കൊല്ലും സാർ കൊല്ലും. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെലുങ്ക് പടമല്ല, നമുക്കൊരു മലയാളം പടം ഫീൽ ആയിരുന്നു. ഹാപ്പി കണ്ടിട്ട് വന്നു കേട്ടോ. കിഡിലൻ എക്സ്പീരിയൻസ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് OTT-ലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ യൂട്യൂബിലോ ഒന്നും പടം കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുണ്ട്, എന്താണേലും പോയി കാണണം. കാരണം ആ ഒരു വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഈ പറഞ്ഞ ആരി കാസറ്റ് എടുത്താണ് കാണുന്നത്. അന്ന് 90s കിഡ്സിനൊക്കെ ഇത് ഭയങ്കരമായിട്ട് കണക്ട് ആവും. കാസറ്റ് എടുത്ത് കണ്ടിട്ട് പിന്നെ ഇറങ്ങിയ പടമായിരുന്നു ഹാപ്പി. അത് കഴിഞ്ഞ് ബണ്ണി കണ്ടു. ഈ പറയുന്ന പോലെ കൃഷ്ണ, യോദ്ധാവ്, അങ്ങനെ പല പടങ്ങൾ. അല്ലു അർജുന്റെ ഒരു തരംഗം എന്ന് പറഞ്ഞ ഒരു വേറെ ലെവലായിരുന്നു. എന്റെ അമ്മോ, ഞാൻ ഇന്ന് വനിതയിലെ പോയ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസ് ഒക്കെ ഭയങ്കര പൊളിയായിരുന്നു. പിന്നെ കുറെ സീനൊക്കെ ഉണ്ടല്ലോ റീസെന്റ് ആയിട്ട് ഇപ്പം റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിരുന്നു ആ ഡയലോഗ് ഒക്കെ. അതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കയ്യടിയും ബഹളവും. അല്ലു അർജുന് മറ്റേ SP ആയിട്ടുള്ള പുള്ളി, ഓഹ്, ഒരു രക്ഷയില്ല. ഇതിനകത്ത് മെയിൻ കോമഡി എന്ന് വെച്ചാൽ കുക്കുമോളി പടം കണ്ട് ഞങ്ങൾ രണ്ടുപേരോടായിരുന്നു പടത്തിന് പോയത്. കുക്കുമോളി സീൻ കണ്ടിട്ട് മറ്റേ അല്ലു അർജുൻ ഇരുന്ന് പറയും, ഇത് എന്റെ സാർ മധുവിനെ ആരെങ്കിലും തൊട്ടാ ഞാൻ കൊല്ലും സാർ കൊല്ലും എന്നൊക്കെ പറയുന്ന സീനിലുണ്ടല്ലോ. ഞാൻ നോക്കിയപ്പം സൈഡിൽ നിന്നൊരു സൗണ്ട് നോക്കി കുക്കുമോളി ഇരുന്ന് പൂക്കുറ്റി കരച്ചില്ല, എന്നിട്ട് ഇങ്ങനെ കണ്ണൊക്കെ തുടയ്ക്കുക. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെലുങ്ക് പടമല്ല, നമുക്കൊരു മലയാളം പടം ഫീൽ ആയിരുന്നു. അതിൻ്റെ അത് മെയിനായിട്ടും ജിസ്റ്റോയുടെ ഡബ്ബിംഗ് എന്ന് പറയേണ്ട കാര്യമില്ല. പുള്ളി എത്ര വർഷം ചെയ്തതെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. ഈ അടുത്ത നമ്മൾ അറിയുന്നത് ജിസ്റ്റോയാണ് ഇതിനെല്ലാം ഡബ് ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ള. പടത്തിൽ ഒറ്റ പാട്ടില്ല ബോറാന്ന് പറയാൻ വേണ്ടി. അല്ലു അർജുൻ ഹാപ്പിക്ക് എത്തിട്ടേക്കുന്ന കോസ്റ്റ്യൂം ഒക്കെ ഫുള്ള് ജെൻസി വൈബ് സാധനം. അപ്പൊ ഈ ആ ടൈപ്പ് പിള്ളേർക്ക് ഇത് എന്താണേലും അടിച്ചു പൊളിക്കാനുള്ളതാണ്. ഡാൻസ് കാര്യങ്ങള്, ചിരിച്ചു കൊല്ലുന്ന വണ്ടേ, ആ പാട്ടിന്റെ ഒക്കെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പോയിട്ടില്ല. എത്ര വർഷമായി ആലോചിച്ച് നോക്കണം, 20 വർഷമായി പടം ഇറങ്ങിയിട്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഇനി കിട്ടത്തില്ല. 20 വർഷം കഴിഞ്ഞ് ഇറങ്ങുന്ന പടം നമുക്കറിയാം, റിലീസ് ആണ്, വീട്ടിൽ ഇരുന്ന് കണ്ടാലും മതി. പക്ഷെ ഇത്ര ഓഡിയൻസിന്റെ ഇടയ്ക്ക് ഇരുന്ന് ആ ഒരു വൈബിലിരുന്ന് പടം കാണുന്ന എക്സ്പീരിയൻസ് ഒന്ന് വേറെ തന്നെയാണ്. അടിച്ചുപൊളി വൈബുള്ളൊരു തിയേറ്റർ നോക്കി അങ്ങ് സീറ്റ് ബുക്ക് ചെയ്ത് എന്നിട്ട് പോയി അടിച്ചങ്ങ് പൊളിക്കുക.